നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് ആണ് കേട്ടോ. കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഡിവൈൻ്റെ അനുഗ്രഹം എത്രത്തോളം കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നും ഒരു പക്ഷേ ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാനും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷനിൽ നെക്സ്റ്റ് ആഗ്രഹിക്കുന്നത്, അത് കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അഫർമേഷൻസിൽ ഒരിക്കലും തേർഡ് പാർട്ടി എന്നും വഞ്ചിച്ചു എന്നും വിട്ടേച്ചു പോയി എന്നും അവർ കർമ്മ നേരിടുമെന്നും അവർ മനസ്സിലാക്കി അനുഭവിച്ചത് അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സുകളൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ റിയാലിറ്റി മറക്കുക. ഇപ്പം നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഓർക്കാതെ നിങ്ങൾ വരാൻ പോകുന്ന നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ വേണം അഫർമേഷൻസ് എഴുതാൻ. അവർ വരികയും അവരോടൊത്ത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനും അല്ലെങ്കിൽ അവരോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു കാര്യം അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണം, ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വരണം എന്നാണെങ്കിൽ അത് നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചതിന് പ്രപഞ്ചത്തോട് ഞാൻ നന്ദി പറയുന്നു എന്നു തന്നെ ആയിരിക്കണം നിങ്ങൾ അഫർമേഷൻസ് എഴുതേണ്ടത്. ഇന്ന് നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാനുള്ള ആ ഒരു തോന്നൽ, ആ ഒരു എനർജി നൽകിയതിനും നിങ്ങളിലേക്ക് ഈ ഒരു റീഡിങ്സ് ഇന്നത്തെ ദിവസം വന്നതിനും നിങ്ങൾക്കത് സമാധാനപരമായിട്ട് കേൾക്കാൻ സാധിച്ചതിലും നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടൊരു സാധനമാണത്. അത് ബന്ധങ്ങളിലാണെങ്കിലും സിറ്റുവേഷൻസിലാണെങ്കിലും പ്രപഞ്ചത്തിനോടാണെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി ഉണ്ടായിരിക്കണം, നന്ദി ഉണ്ടായിരിക്കണം. നമുക്കുള്ളതിനും നമുക്ക് ലഭിക്കാൻ പോകുന്നതിനും നമുക്ക് ഈ ഒരു നൽകിയ ജീവിതത്തിനും എല്ലാം നമ്മൾ നന്ദി പറയാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഫസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പം, നന്ദി പറഞ്ഞു തുടങ്ങുമ്പം, അത് ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ, ഒരാൾ നമ്മളോട് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്താലോ താങ്ക്സ് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ്, ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മളൊരു താങ്ക്സ് പറഞ്ഞ് കടന്നു പോകുക. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. എപ്പോഴും പ്രപഞ്ചത്തോട് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. അപ്പം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. കാരണം കൊടുക്കും തോറും ഏറിടും. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതേ നിങ്ങൾക്ക് തിരിച്ചു വരുവുള്ളൂ. പലരും പറയും ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. ഒരിക്കലുമില്ല. നിങ്ങളുടെ സ്നേഹത്തിനുള്ളിൽ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നത്. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളൊരു മറ്റൊരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുന്നത്. പ്രതീക്ഷയില്ലാതെ അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളൊരു വ്യക്തിക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേദനയും തോന്നുകയില്ല, ആ ഒരു വ്യക്തിക്ക് വിരക്തിയും തോന്നുകയില്ല. ഇവിടെ ഏറ്റവും പ്രശ്നം, ബന്ധങ്ങളിൽ വരുന്ന ഏറ്റവും വലിയൊരു വിള്ളലെന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനാണ്. ആവശ്യമില്ലാത്ത പ്രതീക്ഷ. ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ അവൻ എന്തേ രണ്ട് വിളിക്കാത്ത, ഞാൻ ഒരു പ്രാവശ്യം അവന് വേണ്ടി അത് ചെയ്തപ്പോൾ എന്തേ അവൻ എനിക്ക് വേണ്ടി ചെയ്യാത്തത്, ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സ് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സിൽ 3 ഓഫ് കപ്സ് ആണ് ഏറ്റവും മെയിനായിട്ട് വന്ന് നിൽക്കുന്നത്. ആദ്യത്തെ കാർഡ് ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസക്കാരുടെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ. ഈ ഒരു റീഡിങ്സിനകത്ത് ഏപ്രിലിൻ്റെയും ഡിസംബറിൻ്റെയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൻ്റെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. കൃഷ്ണ. അപ്പം നമുക്കിതിനകത്ത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജിയുടെ ആ ഒരു സിറ്റുവേഷൻസ് ആണ്. അതിന് വേണ്ട ചില പ്രോസസ്സിങ് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്ത് ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ചേർത്ത് നിർത്തേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വിട്ട് കളയാൻ പറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാകുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് മറ്റൊരു സാഹചര്യവും കൂടി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് എങ്കിൽ മാര്യേജ് എനർജി, അവരുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. അതല്ല ഫാമിലി എനർജിയിലേക്കാണെങ്കിൽ അവർക്ക് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതായത് അവർക്ക് കടമ പൂർത്തീകരിക്കേണ്ട അല്ലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. സിംഗിൾ എനർജിയിലാണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഫാമിലി ബേസ് ചെയ്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമ്മുടെ ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളും അവിടെ പ്രാധാന്യമാണ്, തേർഡ് പാർട്ടിക്കും അവിടെ പ്രാധാന്യമുണ്ട്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഒരു സാഹചര്യമായിരിക്കാം ഓരോന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നമ്മളിപ്പം എല്ലാം വലിച്ചു വെക്കുന്നതല്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻസുകളുടെ, നമ്മുടെ സമയത്തിൻ്റെയും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുമാണ് ഓരോന്ന്. പുതിയ പുതിയ ബന്ധങ്ങളാണെങ്കിലും ഒരേ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ലൈഫിൽ കണക്റ്റഡ് ആകുന്നത്. ആരും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, അവസരം ഒക്കെയാണ് നമ്മളുടെ ലൈഫിനെ പല രീതിയിലേക്കും മാറ്റുന്നത്. ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ നീതി തോന്നുമെങ്കിലും നിങ്ങളും ഒരു പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നമ്മൾ ന്യായം സംസാരിക്കാൻ ശ്രമിക്കും, അല്ലേ? എല്ലാവരും തെറ്റ് ചെയ്യപ്പെടുന്നവർ പെട്ടെന്ന് അവിടെ ഒരു ന്യായം കണ്ടെത്തും, ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കാണ് അത് ഒരു ചീറ്റിംഗ് ആയിട്ടും അതൊരു എന്താ പറയുക, ഒരു ഫേക്ക് സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെങ്കിലും നിങ്ങളെയും കൂടി ആ ഒരു വ്യക്തിക്ക് ചേർത്ത് പിടിക്കണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് വളരെ ശക്തമായിട്ടും വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ചില ഫ്രസ്ട്രേഷനുകൾ, ചില പൊരുത്തക്കേടുകളും അതുപോലെ തന്നെ ചില എക്സ്പെക്റ്റേഷനും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് വിള്ളൽ വന്നത്, റോങ് ഡിസിഷൻ എടുക്കേണ്ടി വന്നത്, തെറ്റാകുന്ന ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എടുക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് ഡിലേ ആയിരുന്നു. ആഗ്രഹിച്ച രീതിയിലൊന്നും ഒരു സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചിന്തിച്ച പോലൊന്നും ഒരു കാര്യവും മാറി മുന്നോട്ടേക്ക് പോയില്ല. അതിൻ്റെ ഇടയിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ശരിക്കും ഒരു പക്ഷേ ഒരു ഫ്രസ്ട്രേഷൻ കയറി വരാനുള്ള കാരണം ആ ഒരു വ്യക്തി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വന്നില്ല, നിങ്ങളും പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. രണ്ടുപേരുടെയും ചിന്തകൾ രണ്ട് സാഹചര്യത്തിലായിരുന്നു. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ, ഇത് സത്യമായ സ്നേഹമല്ലേ, ഇത് വെറും പ്രകടനമാണോ എന്ന് തോന്നി. അവരെ സംബന്ധിച്ച് അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരൊരു ഫ്രീഡം ആഗ്രഹിച്ചു, അവർക്കൊരു സമാധാനവും ഒരു എന്താ പറയുക, ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വേണം റിലേഷനെ ബേസ് ചെയ്തെന്ന് അവരാഗ്രഹിച്ചു. ആ ഒരു ഗ്യാപ്പ് അവരിട്ടപ്പോൾ നിങ്ങളതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു, ഫൈറ്റിംഗ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളുണ്ടായി, കാര്യങ്ങളെല്ലാം ഡിലേ ആയി. അവിടെ നിരാശയും അതുപോലെ തന്നെ വിശ്വാസവഞ്ചനകളും മറ്റൊരു സിറ്റുവേഷൻസിന് അവിടെ കൂടുതൽ പ്രാധാന്യം ലഭിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജഡ്ജ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. റീബർത്ത് എനർജിയാണ്. എവിടെയാണോ നിങ്ങളുടെ ബന്ധത്തിന് താളം തെറ്റിയത്, എവിടെയാണോ നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഡിലേ വന്നത്, അവിടുന്ന് തന്നെ ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസോ അഫർമേഷൻസുകളൊക്കെ എഴുതുന്നതിൻ്റെ ഫലമായിട്ടും നമ്മുടെ റൈറ്റിംഗ് ഹീലിംഗ്, നിങ്ങളുടെ പെയിൻ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ റൈറ്റിംഗ് ഹീലിംഗ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും ശത്രുപരമാകുന്ന വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾ റൈറ്റിംഗ് ഹീലിംഗ് ചെയ്യുമ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസ് ആണ്. കാരണം അവർ മാറി തിരിച്ചു വരികയാണ്. ശരിക്കും നിങ്ങളത് റൈറ്റിംഗ് ഹീലിംഗ് ചെയ്ത് കത്തിക്കുമ്പോൾ അവർക്കൊരു മെഡിസിൻ ചെല്ലുന്ന പോലെയാണ്. അവരിലേക്കൊരു പോസിറ്റിവിറ്റി കടന്നു ചെല്ലുകയും അവരുടെ ഉള്ളും കൂടി ഹീലാവുക. അതായത് നിങ്ങളോട്
പെട്ടെന്ന് അവർക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്താണ് ഏതു ബന്ധവും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് നിർബന്ധമായിട്ട് റൈറ്റിംഗ് ഹീലിംഗ് ചെയ്യാൻ പറയണത്. നിങ്ങളിവിടെ ഇരുന്ന് എഴുതി കത്തിക്കുമ്പോൾ നിങ്ങൾക്കും അവർക്കും ഇടയിൽ നിൽക്കുന്ന, ഇപ്പം ചിലരുടെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുടെ ഒരു ലാംഗ്വേജ് പറഞ്ഞാൽ കൂടവത്രം, അല്ലെങ്കിൽ ഡബിൾ എനർജി, ആരുടെ വശീകരണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയും. അതൊന്നും ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. അതൊക്കെ നെഗറ്റീവ് വേർഡ്സുകളാണ്. ആ കാര്യം, അങ്ങനെയുള്ള ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും ഇടയിലുള്ളത് അവസാനിക്കുന്നതാണ് റൈറ്റിംഗ് ഹീലിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് നിങ്ങളും മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമുക്കതിനോട് ഇതെന്താ എഴുതി കത്തിച്ച ഇപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളൊരു തോന്നൽ വരുന്നത്. 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളെ അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആളുകളുടെ എനർജിയിൽ തേർഡ് പാർട്ടിയെ നിർത്തിക്കൊണ്ട്, തേർഡ് പാർട്ടീനെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത വിധം ഉള്ളൊരവസ്ഥയാണ്. അവിടെ നിന്നും നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് ഇവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു പൊരുത്തപ്പെടുക, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുക. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു നോ കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ട്, നിങ്ങൾക്കിടയിലുള്ള ഒരു സെപ്പറേഷൻ്റെ ഫലമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു ട്രാപ്പ് എനർജിയാണ്. അവർക്ക് ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ നല്ല രീതിയിലേക്ക് പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ എല്ലാ ഫലമെന്ന് പറയുന്നത് ഒരു ഫെയിലിയർ, ഒരു തോൽവിയുടെ ഭാഗമായിട്ടാണ്, ഒരു പരാജയത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കടന്നു വരിക അവർക്കൊരു മനസ്സമാധാനമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരിലുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജമൊക്കെ കുറഞ്ഞു ഇങ്ങനെ ഡൗണായി പോകുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതെല്ലാം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു റീകണക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്നത്. ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിൻ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇമോഷണൽ പെയിൻ നൽകിയിട്ട് ഈ ഒരു വ്യക്തി തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻ മാത്രമാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അവർ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതനുസരിച്ച് അവർക്കും നിരാശ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരെ സംബന്ധിച്ച് ഫസ്ട്രേഷൻ എനർജിയിലാണ്. പാസ്റ്റിനെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ, നിങ്ങൾ എത്രത്തോളം അവർക്ക് പൂർണ്ണതയായിരുന്നെന്നും എത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നതെല്ലാം അവർ ചിന്തിക്കുമ്പം അവർക്ക് വലിയൊരു വിഷമം തോന്നുന്ന ഒരു മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. അവരോട് അവരുടെ മനസ്സ് തന്നെ പല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ശരിക്കും അവരെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവരൊരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നത്, ഒറ്റപ്പെട്ട പോലെയാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവരിലേക്ക് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നതാണെങ്കിലും എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സിറ്റുവേഷൻസ്, അവരെവിടെയാണ് നിൽക്കുന്നതെങ്കിലും അവിടെ സാറ്റിസ്ഫൈഡ് അല്ല, ഒരു നിരാശ, ദുഃഖമൊക്കെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ അത്രത്തോളം ഒരു ഔദാര്യ മനസ്ഥിതിയുള്ള, അതായത് ഒരു ഒരു സഹനശക്തിയുള്ള, എന്നാൽ അബണ്ടൻസ്, വളരെയധികം ഒരു ബ്ലെസ്സിങ്സ് ഉള്ളൊരു എനർജി ആയിട്ടൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഓർമ്മകൾ വളരെ കണക്റ്റഡ് ആകുന്നു. അവരെവിടെ നിൽക്കുന്നെങ്കിലും നിങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവർ നിൽക്കുന്ന സ്ഥലത്തോ നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളിലോ സിറ്റുവേഷൻസിലോ ഒന്നുമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു നൈറ്റ് തോട്ട്സ്, അവർ ഉറങ്ങാൻ കിടക്കുമ്പം എപ്പോഴും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഒരു പക്ഷേ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. നിങ്ങളുടെ ബന്ധത്തിൽ വന്ന തകർച്ച, എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയെടുത്ത് നിന്നുമാണ് തലകുത്തനെ ഈ ഒരു റിലേഷൻ വീണു പോയത് എന്നുകൂടി അവർ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ക്ഷമയോടുകൂടി, സഹനത്തോടു കൂടി തന്നെ വെയിറ്റിംഗ് ചെയ്തിരുന്നു ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ടെന്നുള്ളതും അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബന്ധത്തെ അവരൊരു ഹെൽത്തി റിലേഷനായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്രയും നല്ലൊരു ബന്ധം, അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിലുള്ളൊരു എനർജി അവർക്ക് അവരുടെ ലൈഫിൽ ഇനി
ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും കൂടി അവർ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത രീതിയിലുള്ള ആ ഒരു കെയറിങ്, ഒരു മദർ കെയറിങ് വരെ നിങ്ങളിൽ നിന്നും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവരുടെ മദറിൽ നിന്ന് പോലും ലഭിക്കാത്ത സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ ഫാദറിൽ നിന്ന് പോലും ലഭിക്കാത്തൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും നിന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നതായിട്ട് അവർ കറൻറ്റ്ലി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് നൈറ്റ് തോട്ട്സിൽ കാണാൻ സാധിക്കുന്നത്. നൈറ്റ് സോഴ്സിൻ്റെ എനർജിയെ വരുന്ന അവർക്ക് ഓടി വരാനുള്ളൊരു ആഗ്രഹമുണ്ട്. ശരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ, പഴയ ഒരു കപ്പ് ഓഫ് ലവ് നൽകിയാലോ എന്ന് പോലും അവരൊരു നിമിഷം ആ ഒരു സമയത്ത് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ച് ചിലപ്പോൾ ഫോൺ വരെ കയ്യിൽ എടുക്കുന്ന നിമിഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവുന്നുണ്ട്. കാരണം അത്രയും ആഴത്തിൽ അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളോട് സ്വീകരിക്കണമെന്നും നിങ്ങളോട് കുറച്ചൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയണമെന്നും നിങ്ങളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് അറിയണമെന്നും നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് അറിയണമെന്നും എല്ലാം ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് അവർക്കൊരു ഫീലിങ്സ് പോലെ തോന്നാറുണ്ട്. കാരണം ആ ഒരു ടെലിപ്പതി എനർജിയാണ് അത് അവിടെ എത്തിക്കുന്നത്. അവർ അത്രയും ആഴത്തിൽ നിങ്ങളിലേക്ക് ഓടിയെത്താൻ വേണ്ടി ആഗ്രഹിപ്പിക്കുന്നത് നിങ്ങൾക്കിടയിൽ വരുന്ന ആ ഒരു ടെലിപ്പതി എനർജിയുടെ പ്രസൻസ് തന്നെയാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കൂടി ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പാസ്റ്റ് ലൈഫിലാണ്. ഒന്നെങ്കിൽ മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ നിങ്ങൾ അവരിൽ നിന്നും ഒരു കപ്പ് ഓഫ് ലവ് നിരസിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഫലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും, അതായത് ഫെമിനിയൻ എനർജിയിൽ നിന്നും, ആരാണെന്ന് നമുക്ക് പറയേണ്ട, ഫെമിനിയൻ എനർജി ആ ഒരു കപ്പ് ഓഫ് ലവ് നിരസിച്ച ഒരു സിറ്റുവേഷൻസും അതിലവർ ഒരുപാട് പെയിൻ അനുഭവിച്ച ഒരു പാസ്റ്റ് ലൈഫ് എനർജി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഫലമാണ് ഇപ്പം തിരിച്ച് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസുകൾ അറിയാനൊക്കെ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടോ മറ്റെന്തോ ഒരു എനർജി അവരെ തടയുന്നുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു ഗ്രോത്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഒരു തടസ്സം വരുന്നുണ്ട്, അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ആൻസൈറ്റി ഫീലിങ്സ് വരുന്നുണ്ട്, ഡിപ്രഷൻ, ആരെയൊക്കെയോ അവർ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ, നിങ്ങളുമായിട്ട് വീണ്ടും ആഴത്തിൽ കണക്റ്റഡ് ആയാൽ ഒരു പ്രശ്നം വന്നവല്ല, ഒന്നിലധികം പ്രോബ്ലംസിനെ അവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവരുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. വളരെയധികം പെയിൻ തോന്നുന്ന, അല്ലെങ്കിൽ വളരെയധികം ഭയം തോന്നുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ നൈറ്റ് തോട്ട്സ് കടന്നു പോകുന്നത് കേട്ടോ. അവർ ഉറക്കമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റൊരാളോട് അവരുടെ ആ ഒരു അവസ്ഥയെ ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളുടെ റിലേഷനെ അവർക്ക് സീക്രട്ടായിട്ട് വെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിനെ അവർക്ക് സീക്രട്ടായിട്ട് വെക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വരുന്നത് കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ബെർഡൻ, അതായത് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് അതിര് കടന്ന സ്നേഹമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുക എന്നത് ഡിഫിക്കൽറ്റിയാണ്. അവർക്ക് നിങ്ങളിലേക്ക് എല്ലാം മാറ്റി വെച്ച് വരിക എന്നത് ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സമൂഹമായിട്ടൊക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആവാം, ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാം. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു നെയിം ആൻഡ് ഫെയിം എനർജീനെ ബേസ് ചെയ്ത അയാൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നിങ്ങളോടുള്ള സ്നേഹം അണപൊട്ടിയ സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം ഒരു കാരണവശാലും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസാണ് ആ വ്യക്തിക്ക് മുന്നിലുള്ളതായിട്ട് കാണുന്നത്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തതും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ചെന്നതും നിങ്ങൾക്കുണ്ടായ പെയിനും എല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഒരു വിശ്വസ്തയോടുകൂടി തന്നെ നിൽക്കുന്നു. അതായത് ഒരു പക്ഷേ ആർക്കും ഇലയ്ക്കും ഉള്ളിനും കേട് വരരുതെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവവും കൂടി ആ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക്
നിങ്ങൾക്കിടയിൽ കൂടുതൽ കണക്റ്റഡ് ആയാൽ അത് മറ്റു പലയിടങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണങ്ങളാകുമെന്നുള്ളത് അവരെ വലിയ ഒരു ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു സക്സസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മുന്നോട്ടേക്ക് കുറച്ച് പോയി കഴിയുമ്പം എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്ലാരിറ്റിയിലാകും. വീണ്ടും ഒരു സക്സസ് എനർജി വരും. കാര്യങ്ങളെല്ലാം ഒരു കോൺഫിഡൻസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടീനെ ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ സാധിക്കൂ. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. തേർഡ് പാർട്ടീനെ കണക്റ്റ് ചെയ്ത് നിർത്തിയേ നിങ്ങളിലേക്ക് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നവർക്ക് വരാൻ സാധിക്കൂ. അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു എലോണായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരിക എന്നത് അസാധ്യമാണ്. 2 സിറ്റുവേഷൻസിനെയും മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം തേർഡ് പാർട്ടിയെ മാറ്റി വെക്കാൻ പറ്റില്ല. ഒരിക്കലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഡിവൈൻ നമുക്ക് നിങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ തരുന്ന അനുഗ്രഹം, ഒരു സിംഗിൾ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം, ചിൽഡ്രൻസ് എനർജി, ഒരു ഹാപ്പി ഫാമിലി നൽകുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനത്തോടു കൂടി ആലോചിച്ച് ചിന്തിച്ച് ഫാമിലി എനർജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ആണെങ്കിൽ ഒരു മധ്യസ്ഥത, മറ്റൊരാളുടെ ഒരു മധ്യസ്ഥതയോടുകൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാനുള്ള ഒരു ഹാപ്പി ഫാമിലി എനർജിയുടെ യോഗം ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് കണക്റ്റഡ് ആവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിക്കുന്നത്. ടെമ്പറൻസ് എനർജിയാണ്, ബാലൻസിലേക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഇതിനകത്ത് മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഫാമിലി ആവാം, ചിലപ്പോൾ കരിയർ ആവാം, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാഷൻ ആവാം, മറ്റൊരു വ്യക്തിയാവാം. എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്ന എനർജീനെയും നിങ്ങളെയും ബാലൻസ് ചെയ്യാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം തന്നെ നിങ്ങൾക്കിടയിൽ ഒരുക്കി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എംബറൻസ് എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിയുടെ സംരക്ഷണം, സ്നേഹം, കെയറിങ്, അത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം റിയാലിറ്റി ആവും, നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകപ്പെടും. അതും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ സാധ്യമാണ്. അതായത് നിങ്ങളെ അറിഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു പേഴ്സണിൽ നിന്നും എന്ത് സാന്നിധ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 6 of Wands എനർജിയെ വന്നിരിക്കുന്ന ഒരു സക്സസ് ആണ് കേട്ടോ. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ബന്ധങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ തെറ്റായ റിലേഷൻഷിപ്പുകളിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് വാൻസ് ആണ്. സക്സസ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകൾ മാറി പോകുക എന്നത് ഡിഫിക്കൽറ്റി ആയിരിക്കും. ഇവിടെ നമുക്കത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ.